നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവളെന്താ ഇവന്റെ കൂടെ? വിനയന്റെ കൂടെ ബൈക്കിൽ കയറി വന്നത് ഒരു വിഷയമാക്കി എടുത്ത ഹർഷ ഇവിടെ വന്നത് അനുപമയ്ക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. താങ്ക്സ് വിനയ. ഓ, അതിനെന്ത് താങ്ക്സ് പറയാനാണോ? നീ രണ്ട് കൽപ്പിച്ചിറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോ? രാവിലെ ഒരുത്തന്റെ കൂടെ കാറി കയറി പോവാ, വൈകിട്ട് വേറൊരുത്തന്റെ കൂടെ ബൈക്കിൽ വന്ന് ഇറങ്ങുക. നിനക്കിങ്ങനെ തോന്നിയതുപോലെ നടക്കാൻ വേണ്ടിട്ടാണോ എന്റെ മകനെ കൊണ്ട് വാടക വീട് എടുപ്പിച്ചിരിക്കുന്നത്? ആണോന്ന്? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? രാവിലെ ഞാൻ പോയത് രഘുവേട്ടന്റെ കൂടെയാ. ഈ നിൽക്കുന്ന വിനയൻ ആരാന്ന് അമ്മയ്ക്ക് അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. പിന്നെ അവനെ എനിക്കറിയില്ലേ. നിന്റെ അനിയത്തി ചീരു വിവാഹമോചനത്തിന് കേസ് കൊടുത്തിരിക്കുന്നത് ഇവന്റെ പേരിൽ തന്നെയാണല്ലോ അല്ലേ? പിന്നെ ഇവൻ കുറച്ചു നാള് ജയിലിൽ കിടന്ന എന്തിനടി? നിന്റെ ഇളയ അനിയത്തി മഞ്ചാടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച വീഡിയോ സൂക്ഷിച്ചു വെച്ചേന്. അതെ, അതും ഇപ്പൊ ഞാൻ അനുപമ ഇവിടെ കൊണ്ടുവിട്ടതും തമ്മിൽ എന്ത് ബന്ധം ആന്റി ഉള്ളത്? ശബരിയുടെ വീട്ടിൽ നിന്ന് അനുപമയെ ഞാൻ ഇവിടെ വരെ ബൈക്കിൽ കൊണ്ടുവിട്ടതിന് ആന്റി ഇത്രയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അത് ശരി. എടാ, ഇവിടുന്ന് രാവിലെ കൊണ്ടുപോയും പറഞ്ഞതേ ദാസങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു പറയുന്നു ശബരിയുടെ വീട്ടിൽ നിന്നാണ്. എടി സത്യത്തിൽ നീ എവിടേക്കാടി പോയത്? ഞാൻ രണ്ടിടത്തും പോയി. രണ്ടിടത്തും എന്റെ അനിയത്തിയും ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. അമ്മ വേണമെങ്കിൽ പോയി അന്വേഷിച്ചോ. അവിടെയൊക്കെ നീ പോയി കാണും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പോവാൻ പാടില്ലാത്ത മൂന്നാമതൊരു സ്ഥലത്തും കൂടി നീ പോയില്ലെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? രണ്ടുപേരുടെ വണ്ടിയിൽ മാറി മാറി കയറിയ നീ ഇതുപോലെ എത്ര വണ്ടിയിൽ കയറിയിട്ടുണ്ടെന്ന് ആർക്കറിയാവുന്നേ? ഇങ്ങനെ ഒന്നും പറയല്ല സുശീലാന്റി. ഞാൻ പറയുന്നാണോ തെറ്റ്? നീയൊക്കെ കാണിച്ചു കൊടുത്തതിന് ഒരു തെറ്റുമില്ലേ? ഇന്ദ്രൻ പോകുമ്പോഴേ അവന്റെ ഭാര്യയെ എന്നെ ഏൽപ്പിച്ചിട്ട് പോയത് ഇതുപോലെ അഴിഞ്ഞാടി നടക്കാതിരിക്കാനാ. എന്നിട്ട് അവളെ എന്നെ നോക്കൂത്തിയാക്കി കണ്ടവന്മാരുടെ കൂടെ ഊരു ചുറ്റി നടന്നിരിക്കുന്നു. ഇനി രാത്രിയിൽ നിന്നെ അന്വേഷിച്ച് ആരെങ്കിലും ഇങ്ങോട്ട് വരുവോടി? സൂക്ഷിച്ച് സംസാരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇനി നിങ്ങൾ ഒരു അക്ഷരം മോശമായിട്ട് സംസാരിച്ച ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ, രണ്ടിൽ ഒരാളെ ഇവിടെ ഉണ്ടാവും. ഞാൻ കണ്ടത് പറയും. ഒന്നുകിൽ നീ എന്നെ അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിയണം, അല്ലെങ്കിൽ എന്റെ മകന് പേരുദോഷം ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് എവിടോട്ടല്ലേ ഇറങ്ങി പൊക്കോണം. ആന്റി, നിങ്ങളെ പറയുന്നോട്ട് ശരിയല്ല കേട്ടോ. ഇന്ദ്രനും അനുവും താമസിക്കുന്ന വീട്ടിൽ നിന്ന് അനുവിനെ ഇറക്കി വിടാൻ നിങ്ങൾക്ക് യാതൊരു അധികാരവുമില്ല. എന്റെ അധികാരമേ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. ഇവള് പറയട്ടെ ഞാൻ പറഞ്ഞതിന്റെ ഉത്തരം. ഈ വീട്ടിൽ നിന്ന് ഞാൻ നിങ്ങളെ ഇറക്കി വിട്ടാ അത് ഞാൻ ഇന്ദ്രേട്ടന് കൊടുത്ത വാക്ക് തെറ്റിക്കലാവും എന്ന് വെച്ച് ഇനിയും നിങ്ങളുടെ കൂടെ ഒരു നിമിഷം പോലും ഇനി ഈ വീട്ടിൽ കഴിയാൻ താല്പര്യമില്ല. വിനയ, ഞാൻ എന്റെ മോനെ എടുത്തിട്ട് വരാം. ഞങ്ങൾ ഒന്ന് ദാസങ്ങളുടെ വീട്ടിലെത്തിക്കോ. പിന്നെന്താ, അനു കുഞ്ഞിനെ എടുത്തോണ്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. നീ ചെല്ലടി.